ഈ തമാശ ഉണ്ടാക്കി തല്ലിക്കൊല്ലണം. രാധാകൃഷ്ണ, സോറി. അത് സാരമില്ല. ജീവേട്ടൻ എന്നോട് വിഷമമില്ലാതിരുന്നാ മതി. നമുക്കൊന്ന് പുറത്തു പോവാം. പോവാം. എവിടെ പോണ്ടേ? നീ പറയ്. ജീവന്റെ പുതിയ വീട്ടിൽ പോവാം. അല്ലേ വേണ്ട, ബീച്ചിൽ പോവാം. ശരി. കൂടുതൽ വെള്ളം കുടിച്ച വയറ് വീർക്കും. ഈ ഉപ്പുവെള്ളത്തിന് എന്തൊരു ഉപ്പ. ഞാൻ പറഞ്ഞില്ലേ അവൻ ഇവിടെ ഉണ്ടാവുമെന്ന്. എടാ, നിന്നെ ഉടനെ കാണണമെന്ന് പറഞ്ഞ് സമീര വീട്ടിൽ വന്നു. നിന്നെ കണ്ട് മാപ്പ് ചോദിക്കണമെന്ന്. എന്തിന്? ജീവനെ ഞാൻ കുറെ വേദനിപ്പിച്ചു. ഒരിക്കലുമില്ല. സമീരക്കിനെ വേദനിപ്പിക്കാം, അവഗണിക്കാം, വെറുക്കാം. ഞാൻ എന്റെ സ്നേഹം അതൊന്നും അറിയുന്നില്ല. അതേ കടല് പോലെയാ. രാധാകൃഷ്ണൻ എവിടെ? രാധാകൃഷ്ണൻ അവൻ പോയി, നീന്തി പോയി. എങ്ങോട്ട്? അക്കരക്ക്. അവൻ ചാരണ, അവനെ വിശ്വസിക്കരുത്. കണ്ടില്ലേ നീന്തി പോണത്? അവൻ പോയി, അവനിനി വരില്ല. എന്താണ് അവന് പറ്റിയത്? നീ അവനെ കൊന്നോ? അവൻ പോയി. കടൽ കണ്ട് ഇഷ്ടമുള്ളവരാണ്. പോരാട്ടോ, ദൂരെ ஏண்டா அங்க பாரு. ஏண்டா உனக்கு சாப்பாடு வேணாமா? 3 வருஷமா தினம் எழுதிக்கிட்டே இருக்க. இந்த பேரை என்ன நீ படிக்கலையா? என்னடா சார் படமா இது என்ன தியேட்டரா சார்? படம் வரையறா சார். ஐயோ, செவுத்துல படம் வரையாதான் உனக்கு 1000 தடவை சொல்லியாச்சு. இன்னும் உனக்கு புத்தி வரல? உன் விரல ஒடிச்சிருவேன். போடா. ജോസേ, ജോസല്ലേ, ജോസല്ലേ, ജോസ് എവിടെ? ഇപ്പൊ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. എന്തായി അപ്പീലിന്റെ വിധി? കാശ് പോയോ അതോ? കേസ് നമ്മൾ ജയിച്ചു, അവനെ വെറുതെ വിട്ടു. ഊവന്നേ, ഞാനിപ്പോ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വഴിയാ. അപ്പൊ 3 കൊല്ലം ജയിലിൽ കിടന്നതോ? അതിന് വല്ല നഷ്ടപരിഹാരം കിട്ടുവോ? ഹൈക്കോടതി വിധി അനുകൂലമായതിനെ കർത്താവിനെ സ്തുതിച്ചാ മതി. അപ്പീല് തള്ളിയാലോ 12 വർഷം കിടക്കണമകത്ത്.
ഇക്കാലത്ത് കയ്യെ കാശ് നല്ല വക്കീലുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും കൊല്ലാം. കുര്യനങ്ങൾ ആ എന്തായെങ്കിൽ വിധിയായോ? നമ്മൾ ജയിച്ചൂടാ. ആ, രക്ഷപ്പെട്ട്. ദാ, മനോരോഗമുള്ള ആളിനെ ജീവപര്യന്തം ശിക്ഷിച്ച ഡിസ്ട്രിക്ട് കോടതിയുടെ വിധിയെ ആ. വിമർശിച്ചിട്ടുണ്ട് ഹൈക്കോടതി. ആഹാ. ആ, അപ്പോ തലയ്ക്ക് സുഖമില്ലാണ്ടായത് ഗുണായി. ഇവൾക്കിതെന്താ പോകുന്നുണ്ടാകത്ത്? മക്കൾ രണ്ടും പ്രായമായ വരണേ. ഒരു കല്യാണക്കാരൻ വരുമ്പോ അറിയാം പപ്പയുടെ അനിയൻ കൊലപാതക എന്റെ മെച്ചം. അവളുടെ അത് പോട്ടെ, നമുക്ക് അവനെ ഇന്ന് തന്നെ ഇറക്കണം. ഇന്ന് തന്നെ പറ്റുമോ? ഉച്ച കഴിഞ്ഞാൽ വിധിന്യായത്തിന്റെ കോപ്പി കിട്ടും. ആ. അത് അവിടെ എത്തിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ. പോയാൽ 5 മണി. ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. ദൈവമേ, 3 കൊല്ലായിട്ടുള്ള യുദ്ധ. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി വേളാങ്കണ്ണി പള്ളി പോണം, പ്രാർത്ഥിക്കണം. പോട്ടെ. അവള് വന്നില്ലേ? ആര്? സമീര. ഇല്ല. ദാ കുര്യനങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ആ. എടാ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഇറങ്ങി വരുന്നത് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. സമീര എവിടെയാണ് കുര്യനങ്ങൾ? അവള് ആർക്കറിയാം, അവൾ അന്നേ പോയതാ. എവിടെയും പോട്ടെ, നമുക്കിനി അത് വേണ്ട. അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? 3 കൊല്ലം ഞാൻ അറിഞ്ഞില്ല. ഒരു പാട്ട് കേട്ടിരിക്കുകയായിരുന്നു. അവളുണ്ടായിരുന്നു അരികിൽ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം. വാ പോകാം. ഉച്ചയ്ക്ക് ഉണ്ണാനെത്തുന്ന് പറഞ്ഞിട്ടുണ്ട്. സൂസനെ കാത്തിരിക്കും. കുറച്ചുകൂടി ചോറ്. ആ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. കോലം കണ്ടില്ലേ? ജയിലിലെ ഭക്ഷണല്ലേ. നീ എന്താ ഈ ആലോചിക്കണേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊന്നും മനസ്സിൽ വെക്കണ്ട. ഇനി ഒരു മുറിയിൽ ചടഞ്ഞു കൂടാണ്ട് ആ റെസ്റ്റോറന്റിലും കടയിലും ഒക്കെ വന്നിരുന്ന് അവിടുത്തെ കാര്യങ്ങൾ നോക്കുക. എന്താ ജോസേ? അത് അവന്റെ ഇഷ്ടം. അല്ലെങ്കിൽ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അന്ന് അതെല്ലാം ശരിയാക്കിയതാ, നടന്നില്ല. ഇവനാകെ ഒരു പാവമായി പോയി. അവൻ ഇപ്പോഴും അവളുടെ വിചാരം തോന്നണേ. നമ്മൾ ആരും ഇനി അതൊന്നും ഓർമ്മിപ്പിക്കാതിരുന്നാ മതി. എവിടുന്ന് ഇത് ഈ പാറ്റ? അയ്യേ, ഇതെന്താ ഈ പെട്ടി കട്ടിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നേ? ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഇത്? എടുത്ത് ദൂരെ കളയും. വെറുതെ ചായ. അവിടെ വെച്ചേക്ക്. സമീര എവിടെയാണെന്ന് നിങ്ങൾക്കും അറിയില്ല? ജോലി രാജിവെച്ച് പോയിന്നറിയാം, പിന്നെ ഒരു വിവരമില്ല. അമ്മേ, ഏട്ടന്റെ കുഴിമടത്തിലെടുത്ത ഒരാള്. ആരെ? ആ, അറിയില്ല. എടാ രാധാകൃഷ്ണ, ഈ ലോകത്ത് ഞാൻ ഒറ്റക്കായി പോയല്ലോടാ. നിനക്ക് വഴുതി ഓടി മാറായിരുന്നില്ല എന്റെ കയ്യിൽ നിന്ന്. നിനക്കറിയായിരുന്നില്ല എനിക്ക് ഭ്രാന്താന്ന്. ആരാത്? ആരാ? ഞാൻ ജീവൻ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? എലി മതിയായില്ലേ തനിക്ക്? ഇനി എന്റെ മോന്റെ ശവം കൂടെ മാന്തണോ? അമ്മേ, ചെയ്തു പോയി. അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ ഒന്ന് എനിക്ക് ഓർമ്മയില്ല. അവനെന്റെ അനിയനായിരുന്നു. അവന്റെ കടമകളൊക്കെ എനിക്ക് നിറവേറ്റണം. എനിക്കുള്ളതല്ല അവനാ. എന്റെ സ്വത്തും പണവും എല്ലാം ഒരു മകനെ പോലെ അനുവദിക്കണം. ഞാൻ വരും.
നോക്ക്. ആരാ ഈ പാതിരാത്രിക്ക്? ഓർമ്മയില്ലേ ജീവൻ? ഇപ്പോ എവിടുന്ന് വരുന്നു? പോണ്ടിച്ചേരിന്ന്. അപ്പോ ജയിലിൽ നിന്ന് വിട്ടു. എനിക്ക് സമീരെ ഒന്ന് കാണണം. അവള് ഇവിടെ ഇല്ല. എവിടെ പോയി? അവള് വാൽപ്പാറയിലാ. എന്താ അവിടെ? അവളുടെ ഭർത്താവിന് അവിടെയാ ജോലി, എസ്റ്റേറ്റില്. ഭർത്താവോ? ആ, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലായി. കല്യാണം കഴിയേ? ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിച്ചിട്ട്? അതിനാരോട് ചോദിക്കാൻ? ഞങ്ങളുടെ കുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തു. അതിന് തന്നോട് ചോദിക്കാം. അവൾ എന്റെ, എനിക്ക് വേണ്ടി ജനിച്ചവളാ. എന്റെ ആത്മാവും ശരീരവും ജീവിതമാണ് അവള്. അവളെ കല്യാണം കഴിപ്പിച്ചുകൂടാ. അവൾ ആര് കൈയടക്കിയാലും ഞാൻ വെറുതെ വിടില്ല. കൊള്ളി ഞാൻ